ജപ്പാനിൽ നാട്ടിൽ നിന്നുള്ള ഒരാൾക്ക് എങ്ങനെ ജോലി കിട്ടി വരാം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കുറെ കാലങ്ങളായിട്ട് ഞങ്ങൾക്ക് കമന്റ്സ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിട്ടും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഓർത്തു. ആദ്യം തന്നെ നമുക്ക് സ്കിൽഡ് ലേബേഴ്സിന്റെ കാര്യം പറയാം. ഇവിടെ SSW എന്ന് പറഞ്ഞൊരു വിസ കാറ്റഗറി ഉണ്ട്. നഴ്സിംഗ്, കെയർ, അഗ്രികൾച്ചർ, ഓട്ടോമൊബൈൽ, ഷിപ്പ് ബിൽഡിംഗ് അങ്ങനെയൊക്കെയുള്ള ഏരിയാസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ജാപ്പനീസ് പ്രൊഫഷൻസി ഉണ്ടെങ്കിൽ ഈ SSW വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് മെയിൻ ആയിട്ട് ആൾക്കാർ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഇനി അതല്ലാതെ എഞ്ചിനീയേഴ്സിന് ഹൈലി സ്കിൽഡ് വിസ, എഞ്ചിനീയർ വിസ എന്നൊക്കെ ഉണ്ട്. അത് കമ്പനി സ്പോൺസർ ചെയ്യുന്ന വിസകളാണ്. അതിന് വിസ കിട്ടാൻ ജാപ്പനീസ് റിക്വയർമെന്റ് ഒന്നുമില്ല, ജോലിക്കനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഞങ്ങൾക്ക് മെയിൻ ആയിട്ടും വരുന്ന മെസ്സേജ് എന്താന്ന് വെച്ചാൽ വിസിറ്റിംഗ് വിസയിൽ ജപ്പാനിൽ വന്നിട്ട് അത് വർക്ക് വിസ ആക്കി മാറ്റാൻ പറ്റുമെന്നാണ്. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഈ ജപ്പാനിൽ തൽക്കാലം നിലവിലില്ല. വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് വർക്ക് ചെയ്യുന്നത് ഇല്ലീഗലാണ്. അത് ഇൻ കേസ് ജോലി കിട്ടിയാൽ തന്നെ അത് ഡയറക്റ്റ്ലി വർക്ക് വിസ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇല്ല. ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന ഒരു സ്കാം എന്താണെന്ന് വെച്ചാൽ ജപ്പാനിൽ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് അവർക്ക് ജോലി മേടിച്ചു കൊടുക്കാം, അത് വർക്ക് വിസയാക്കി കൺവേർട്ട് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം, 2 ലക്ഷം, 10 ലക്ഷം രൂപ വരെ വാങ്ങുന്ന ഏജൻസ് നാട്ടിലുണ്ട് ഇപ്പോൾ. അങ്ങനെ പൈസ കൊടുത്തവരും പൈസ കൊടുത്ത് പെട്ടുപോയവരും ജപ്പാനിൽ വരാൻ പറ്റാത്തവരും ഇനി ജപ്പാനിൽ വന്ന് പെട്ടുപോയവരും അങ്ങനെ കുറെ പേര് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ ഏജൻസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്ത്യക്കാർക്ക് ഇപ്പൊ ജപ്പാനിലോട്ട് ഈസി ആയിട്ട് വിസിറ്റിംഗ് വിസ കിട്ടും. അങ്ങനെ ആ വിസിറ്റിംഗ് വിസയിൽ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് റെഫ്യൂജി വിസയ്ക്ക് അപ്ലൈ ചെയ്യും. റെഫ്യൂജി വിസ എന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റില്ല, ഇന്ത്യയിൽ യുദ്ധമാണ്, പട്ടിണിയാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞ് അതുകൊണ്ട് ജപ്പാൻ അവർക്ക് അഭയം കൊടുക്കണം എന്ന് പറഞ്ഞാണ് റെഫ്യൂജി വിസയ്ക്ക് അപ്ലൈ ചെയ്യുക. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് ആ വിസ കിട്ടണം യാതൊരുവിധ നിർബന്ധവും ഇല്ല. പിന്നെ ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണല്ലോ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും ഇന്ത്യയിലോട്ട് തിരിച്ചു പോകാനും പറ്റില്ല. ഇനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും എന്തൊക്കെ എമർജൻസി ഉണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് ഇന്ത്യയിലോട്ട് തിരിച്ചു പോകാൻ പറ്റില്ല. 6 മാസം വർക്ക് ചെയ്യാൻ ഇല്ലീഗൽ ആണെങ്കിലും ജപ്പാൻ പോലെ ജീവിത ചെലവ് ഇത്രയും കൂടിയ ഒരു രാജ്യത്ത് നമുക്ക് ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇല്ലീഗൽ ആയിട്ട് വർക്ക് ചെയ്യാൻ അവർ നിർബന്ധിതരാകും. ജപ്പാൻ പോലെ ഇത്രയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ള ഒരു രാജ്യത്ത് ഇല്ലീഗൽ ആയിട്ട് വർക്ക് ചെയ്താൽ പിടിക്കപ്പെട്ടാലുള്ള കോൺസിക്വൻസസ് എന്താണെന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കാശ് കാണിച്ചും കാശ് മേടിച്ചും നിങ്ങളെ പറ്റിക്കാൻ നോക്കുന്നവരുടെ ട്രാപ്പിൽ പോയി വീഴാതിരിക്കുക. ജപ്പാനിലോട്ട് വരണം എന്നുള്ളവർ ഒന്നെങ്കിൽ കമ്പനി സ്പോൺസർ ചെയ്യുന്ന എഞ്ചിനീയറിംഗ് വിസയിലോ അല്ലെങ്കിൽ SSW വിസയിലോ മാത്രം വരാൻ ശ്രമിക്കുക. SSW വിസേനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ ഞങ്ങൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം.